ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രഞ്ജിത നോക്കി നിൽക്കെ സുമിത്ര സ്വരമോൾക്ക് വാക്ക് കൊടുക്കും. എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ കൂട്ടുകാർ ഇന്നേ ദിവസം ക്ലാസ്സിൽ കയറിയിരിക്കുമെന്ന്. അങ്ങനെ സുമിത്ര സ്വരമോൾക്ക് വാക്ക് കൊടുക്കുന്നതൊക്കെ കേട്ട് തലയാട്ടിക്കൊണ്ട് ഇപ്പം നടക്കും എന്നുള്ളൊരു രീതിയിൽ ഈ രഞ്ജിത അവിടെ അങ്ങനെ നിൽക്കുക. എന്തായാലും സുമിത്രയും സ്വരമോളും സംസാരിക്കുന്നത് മുഴുവൻ അവൾ കേട്ടിട്ട് ഇങ്ങനെ സുമിത്രയോടുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നു. എന്തായാലും കൊച്ചിന് വാക്ക് കൊടുത്തിട്ട് സുമിത്ര നേരെ പോകുന്നത് ഓഫീസിലേക്ക് പ്രിൻസിപ്പളിനെ കാണാനാണ്. അങ്ങനെ സുമിത്ര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ നീയും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രിൻസിപ്പളും ഒന്നും അല്ല, ഞാനാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സ്വയം ഇങ്ങനെ പറയുവാണ് ഈ രഞ്ജിത. അപ്പോൾ ഇവിടെ നിന്ന് കൊച്ചിനോട് സുമിത്ര ഈ രീതിയിലൊക്കെ സംസാരിച്ചു. ഇനി അവിടെ ചെന്നിട്ട് എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ രഞ്ജിത പിന്നാലെ പോകുക. അപ്പോൾ പിന്നാലെ ചെന്നപ്പോൾ സുമിത്രയും അതുപോലെ പ്രിൻസിപ്പളും അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തെ പറ്റി. അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നത് എന്താ അനീതിയാണ്, നീതികേടാണ് സർ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തവണത്തെ ഫീസ് 1-2 ദിവസം മുടങ്ങിയെന്നും പറഞ്ഞാൽ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാവി തന്നെയല്ലേ നമ്മൾ ഇല്ലാതാക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതൊക്കെ ശരിയാണോ? നമ്മളുടെ ആ ഒരു ഇതിനങ്ങനെ ചെയ്യാൻ കൊള്ളാമോ? നമ്മളൊന്നും ഇല്ലെങ്കിലും അധ്യാപകരല്ലേ, കുട്ടികൾക്ക് അവരുടെ ഭാവി നമ്മളുടെ കൈകളിലല്ലേ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമല്ലേ തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സുമിത്ര ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രിൻസിപ്പൾ പറഞ്ഞു, അതിലിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ സുമിത്ര ടീച്ചർ? ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമ്മളല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മാനേജ്മെൻറ്റ് ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം മറുവാക്ക് നമുക്ക് പറയാൻ കഴിയില്ല. അതിനപ്പുറം ഒരു തീരുമാനവും നമുക്ക് എടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ മാനേജ്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഫീസ് അടയ്ക്കാതെ ക്ലാസ്സിൽ കയറ്റണ്ടാന്ന്. അങ്ങനെ ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആകെ ചെയ്യാൻ പറ്റുന്നത് ആ കുട്ടിയുടെ ഫീസ് അടച്ചാൽ കുട്ടിയെ ക്ലാസ്സിൽ കയറ്റുക എന്നുള്ളത് മാത്രമാണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം. പേരൻസിനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരും വളരെ ദയനീയമായൊരവസ്ഥയിലാണ് സംസാരിച്ചതെന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ എല്ലാ തവണയും ഫീസ് കറക്റ്റായിട്ട് അടയ്ക്കുന്നതാണ്. ഇത്തവണ എന്തൊക്കെയോ പ്രോബ്ലംസും കാര്യങ്ങളും കാരണമായിരിക്കാം അടയ്ക്കാതെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആ സാഹചര്യങ്ങൾ നമ്മളും കൂടി മനസ്സിലാക്കണ്ടേ. അതിനനുസരിച്ച് നമ്മളും ആ കുട്ടികളോട് പെരുമാറണ്ടേ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ സ്ഥാപനത്തിൽ ഗുരുനാഥന്മാരായി ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ എന്തിനാണ് ഗുരുനാഥന്മാരായി കാണുന്നത് തുടങ്ങിയ രീതിയിലൊക്കെ നമ്മുടെ സുമിത്ര ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സുമിത്ര ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് ഉത്തരവില്ല. കാരണം അദ്ദേഹം അല്ലല്ലോ ഇതിനകത്ത് പ്രശ്നക്കാരൻ. അദ്ദേഹം ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോഴേക്കും പിന്നിലൂടെ രഞ്ജിത വല്ല കയ്യടിയൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഈ സ്കൂളിൽ ഒരു മാനേജ്മെൻറ്റ് മതി, ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണെന്നും അങ്ങനെ ഇങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും ഇവിടെ കയറി പഠിക്കാൻ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഇത് സത്രമൊന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത വലിയതാവുക. അപ്പോഴേക്കും സുമിത്ര ഇതൊക്കെ കേട്ടോണ്ടിരിക്കുക. അപ്പം മേഡം ആ കുട്ടിയുടെ ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പം നിങ്ങളൊന്നും പറയണ്ട, ഞാൻ സംസാരിക്കുന്നത് ഇവളോടാണെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ സുമിത്രയ്ക്ക് ദേഷ്യം വന്ന് സുമിത്ര അങ്ങ് എഴുന്നേറ്റു. അതെ, ഞാനൊരു ടീച്ചറാണ്, എന്നെ അവള് ഇവള് എന്നൊന്നും അല്ല വിളിക്കേണ്ടത്. മാന്യമായ ഭാഷയിൽ എനിക്കൊരു മാന്യമായ പേരുമുണ്ട്, ആ പേര് കൂട്ടി എന്നെ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. വിളിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ ഈ മര്യാദക്കേടിന് തരേണ്ട മറുപടി എനിക്കറിയാമെന്ന് സുമിത്ര പറഞ്ഞപ്പം നീ എന്താടി എന്നെ വിളിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് അടിക്കാനായിട്ട് ആ കൈ അങ്ങ് പൊക്കി. കൈ അങ്ങ് പൊക്കുമല്ല, സുമിത്ര ആ കൈ കയറി അങ്ങ് തടഞ്ഞു. എൻ്റെ നേർക്ക് കൈ ഉയർത്താനൊന്നും നീ ആളായിട്ടില്ലെന്നും നീയൊന്നും മനസ്സ് വെച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിൻ്റെ പടി വിട്ട് നീ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വരും. എന്നെക്കൊണ്ടത് ചെയ്യിക്കരുത് എന്ന് നമ്മുടെ സുമിത്ര അങ്ങ് പറഞ്ഞു. സുമിത്ര 4 ഡയലോഗ് അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത ശരിക്കും പേടിച്ചു. സുമിത്ര എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാകുമെന്നുള്ള കാര്യം ആശാത്തിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി വലിയ ഡയലോഗുകളും കാര്യങ്ങളൊന്നും ആ ഒരു ഇതിൽ പറയാനായിട്ട് നിന്നില്ല. സുമിത്ര പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർത്തു. അപ്പോഴേക്കും നിനക്ക് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുക എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ അനുഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ രഞ്ജിതേ ഇപ്പോഴേ നീ കുറിച്ചിട്ടോളാനും നമ്മുടെ സുമിത്ര ഇങ്ങനെ പറയണം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ എന്താ പറയുക സ്കൂളിൽ കിടന്ന് മുടിഞ്ഞതല്ല കൂട്ടത്തല്ല. അപ്പോഴേക്കും ടീച്ചർമാരും കുട്ടികളെല്ലാം ഇത് കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരും വന്ന് പരസ്യമായി രഞ്ജിതയെ സ്കൂളിലിട്ട് നാണം കെടുത്തി നമ്മുടെ സുമിത്ര. രഞ്ജിത ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഇത്. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിലും ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും സുമിത്രയ്ക്കൊപ്പമാണ് നിൽക്കുന്നത്. കാരണം രഞ്ജിത ചെയ്തിരിക്കുന്നത് വളരെ അപമര്യാദയായിട്ടുള്ളൊരു പ്രവൃത്തി ആയതുകൊണ്ട്. അങ്ങനെ സ്കൂളിൽ ശരിക്കും രഞ്ജിത വെറും പുഴു എന്നുള്ള രീതിയിലായി നമ്മുടെ സുമിത്ര കയറി അങ്ങ് സ്റ്റാർ ആവുകയും ചെയ്തു. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെയെല്ലാം ഫ്ലോപ്പ് ആവുകയാണ് രഞ്ജിതയുടെ കാര്യത്തിൽ. അങ്ങനെ മൊത്തത്തിൽ കണ്ടകശനിയായിട്ട് രഞ്ജിത അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും അവരോടൊക്കെ വഴക്കുണ്ടാക്കണമായിരുന്നോ ടീച്ചറെ എന്ന് പ്രിൻസിപ്പൾ ചോദിച്ചപ്പം പിന്നെ സത്യത്തിനും നീതിക്കും നേരെയല്ലാതെ നമ്മൾ എങ്ങനെ നിൽക്കും? അതിന് നേരെ നമുക്ക് ഒരിക്കലും കണ്ണടയ്ക്കാൻ പറ്റില്ലല്ലോ സാർ. നമ്മൾ ഒരു തവണ അങ്ങനെ കണ്ണടച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്കൊക്കെ അതൊരു
തരമാകുമെന്നും അല്ലെങ്കിൽ ഇത് അവർക്ക് ഒരു ഇതാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര ഇങ്ങനെ പറയാം. ആ കുട്ടിയുടെ ഭാവി അത് നമ്മളെ വിശ്വസിച്ചാണ് അവരുടെ പേരൻസ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും അല്ലെങ്കിൽ കൊണ്ടുവിട്ടിരിക്കുന്നതെന്നും ആ വിശ്വാസം നമ്മളായിട്ട് തകർക്കാൻ പാടില്ലെന്നും ഒക്കെ സുമിത്ര എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പറയണം. അപ്പോൾ സുമിത്ര ഇങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരവിന്ദ് ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അരവിന്ദ് വീട്ടിലിരിക്കുന്ന സമയത്ത് അരവിന്ദിൻ്റെ ഫോണിലേക്ക് ഇതേ കോള് വരുന്നു. അതും ആ അനോണിമസ് കോൾ. അത് വേറെ ആരുമല്ല, ദീപുവാണ്. ദീപുവിനിട്ട് കിട്ടിയതിൻ്റെയൊക്കെ പകരം വീട്ടാനായിട്ടാണ് ദീപു ഫോൺ വിളിക്കുന്നത്. അപ്പോൾ ഈ അരവിന്ദിൻ്റെ ഫോണിലേക്ക് കോൾ വന്നത് നമ്പർ കണ്ടതും അരവിന്ദിന് മനസ്സിലായി. ഈ ഫോൺ എടുത്തതും അരവിന്ദ് ഒരു ഒറ്റ അങ്ങോട്ട് എറിഞ്ഞിട്ട് ഇങ്ങനെ കലിപ്പ് കയറി ഇങ്ങനെ അവിടെ ഇരിക്കുക. പക്ഷേ നമ്മുടെ ദീപുവിനെ ദീപുവെ വിളിച്ചിരിക്കുന്ന കോൾ എടുക്കാതിരിക്കാനൊന്നും ഇയാളെ കൊണ്ട് കഴിയില്ല. കാരണം ദീപു ഒന്ന് മനസ്സ് വെച്ചാൽ, ദീപുവാണെന്ന് ഇവർക്ക് വ്യക്തമായിട്ടില്ല, ഈ അജ്ഞാതനൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അവർ പെരുവഴിയിൽ പിച്ചച്ചട്ടി എടുക്കുമെന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് അരവിന്ദൻ ഇങ്ങനെ ആ ഒരു ടെൻഷനിലിരിക്കും, ഇത് എടുക്കണോ വേണ്ടയോന്ന്. ദീപു ആണെങ്കിൽ കിടന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്താണെങ്കിൽ മകൻ പൂജയെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തി, ഉള്ള ബലൂണും അതും എല്ലാം തൂക്കുന്നു. അപ്പോൾ വാലന്റൈൻസ് ഡേ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാം തൂക്കി എല്ലാം ഇങ്ങനെ നോക്കി റെഡിയാക്കി ഇരിക്കുക. അപ്പോൾ നമ്മുടെ പൂജ വരുന്നതും കാത്ത് പൂജ അങ്ങോട്ടേക്ക് പൂജയെ വിളിച്ചു. എന്നിട്ട് ഓഫീസിലേക്ക് പൂജയെ വിളിച്ചിട്ട് പങ്കജ് ഇങ്ങ് കയറി വരാൻ പറഞ്ഞു. പൂജ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായൊരു റെഡിഷ് കളറിൽ ഭയങ്കര സെറ്റപ്പുകളൊക്കെ ആയിട്ട് അലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആക്കി ഇങ്ങനെ വെച്ചിരിക്കുക പങ്കജ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂജ ഞെട്ടിപ്പോയിട്ടോ. പൂജ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. അങ്ങനെ പൂജ കയറി ചെന്നപ്പോഴേക്കും ബലൂൺ പൊട്ടുന്നു, അവിടുന്ന് ശബ്ദം ഇവിടുന്ന് ശബ്ദം, അങ്ങനെയൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കാം. അപ്പോൾ ഇതൊക്കെ കണ്ട് കയറി ചെന്ന് നമ്മുടെ പൂജ അത് മൊത്തത്തിലൊന്ന് കറങ്ങി ഇങ്ങനെ നോക്കി. അപ്പോൾ ഇത് എന്തൊക്കെയാണ് പങ്കജായിട്ടായി കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയില്ലേ പൂജ, ഇതൊക്കെ നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ സർപ്രൈസ് ആണെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി എന്തിനാ പങ്കജായിട്ടൻ ഇതുപോലൊക്കെ സർപ്രൈസ് ഒരുക്കുന്നത്, അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അല്ല നിനക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഒരു സർപ്രൈസ് ഒരുക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ്, വേറൊന്നും നീ കരുതണ്ട എന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് ഇങ്ങനെ പറയാം. അപ്പോൾ പങ്കജ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല പങ്കജേട്ടാന്ന് പറഞ്ഞ് നമ്മുടെ പൂജ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു പൂജ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജയെ ഇമ്പ്രസ് ചെയ്ത് വളരെ നല്ലവനായിട്ട് സംസാരിക്കുന്നു. പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മുടെ പാവം അപ്പു ആ ഗിഫ്റ്റും കയ്യിൽ പിടിച്ച് പൂജയെ കണ്ടതിൻ്റെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിൽ കാണാനുള്ള ആ ഒരു ആഗ്രഹത്തിലൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ആ സമയം കൊണ്ട് ഇവൻ കയറി ഗോളടിച്ച് കഴിഞ്ഞു. പൂജയെ ഇമ്പ്രസ് ചെയ്യിക്കാൻ പൂജയുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറാനായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് രഞ്ജിതയാണെങ്കിലോ, രഞ്ജിത ഇതൊന്നും അറിയുന്നില്ല. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ രഞ്ജിത മകനെ കാലെ പിടിച്ച് വലിച്ചു കീറും, അത് സത്യമായ കാര്യമാണ്. രഞ്ജിത സുമിത്രയുമായിട്ടുണ്ടായ ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ സുമിത്രക്കിട്ട് എങ്ങനെ പണി കൊടുക്കാമെന്നുള്ളൊരു ദേഷ്യം. കാരണം സ്കൂൾ മുഴുവൻ നാണം കെട്ടു രഞ്ജിതയ്ക്ക് ഒരു വിലയില്ലാത്തൊരവസ്ഥയായിപ്പോയി. സുമിത്ര അങ്ങനെ ആക്കി. അങ്ങനെ സുമിത്രയോടുള്ള പകയും ദേഷ്യവും ഒക്കെ ആയിട്ട് ഇങ്ങനെ അപ്പുറം മാറി നിൽക്കുവാണ്. എങ്ങനെ അപ്പോൾ എല്ലാം കൂടി തകർത്തെറിഞ്ഞാലോ എന്ന് പോലും രഞ്ജിതയ്ക്ക് തോന്നുന്നു. ഈ സമയത്ത് ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് സ്വരമോള് വീണ്ടും സുമിത്രയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. സുമിത്രയെ കാണാൻ വന്നിട്ട് സുമിത്രയോട് താങ്ക്സും കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നാലും ടീച്ചറും ഇത്രയ്ക്ക് വയലൻ്റ് ആകുമെന്ന് ഞാൻ ഓർത്തില്ലെന്നൊക്കെ പറഞ്ഞ് കൊച്ചിങ്ങനെ വന്ന് പറയണു. അപ്പോൾ എൻ്റെ സ്വരമോള് വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് സുമിത്ര സ്വരമോളോടും ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ നടക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പൂജയുടെ ഭാവി ഇനിയിപ്പോൾ എന്താകുമെന്ന് അറിയില്ല. ഈ പങ്കജ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ പൂജയുടെ മനസ്സ് മാറുമോ, ഇനിയിപ്പോൾ അപ്പു വെറുതെ ആയി പോകുമോ, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ പരമശിവൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് എത്ര ലക്ഷം രൂപയാണ് ഇനി ഇവരോട് നമ്മുടെ ദീപ് ചോദിക്കാനിരിക്കുന്നത്. അങ്ങനെയൊക്കെ നൂറ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.